കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. മനുഷ്യന് രണ്ട് കൈയും കൂടെ കിട്ടിയാൽ പോലും ഇവിടുത്തെ പണി തീരൂല എൻ്റെ പൊന്നു മോളെ. അമ്മേ, ആ അമ്മ വിഷമിക്കണ്ട കേട്ടോ. ഓ, അമ്മേനെ സഹായിക്കാന് ഈ വീട്ടിലേക്ക് രണ്ട് കൈയും കൂടെ വരുന്നുണ്ട്. രണ്ട് കയ്യോ? എന്നുവെച്ചാ അമ്മയ്ക്ക് ഒരു മരുമോളൂടെ വരുന്നുണ്ട്. മരുമോളോ? ആ, ആര്? അതൊന്നും ഞാൻ പറയത്തില്ല. പറയടി. അതൊന്നും വേണ്ട. പറയ്. വേണ്ടാന്ന്. അയ്യോ, അങ്ങനെ പറയല്ലേ. പറ മോളെ. അമ്മക്ക് പോയിട്ട് പ്രശ്നം ഉണ്ടാക്കാനല്ലേ? ഞാൻ പ്രശ്നമൊന്നും ഉണ്ടാക്കൂല. പറ. വേണ്ട, എനിക്ക് വിശ്വാസമില്ല. നല്ല കുട്ടിയല്ലേ. പറയ്, ആരാ മരുമോളെ കൊണ്ടുവരുന്നത്? ഞാൻ പറയാം, പക്ഷെ പോയി ചോദിക്കരുത്. നീ പറയ്. അത് വേണ്ട, എനിക്ക് വിശ്വാസമില്ല. പറ മോളെ, ആരാ? നമ്മുടെ അനന്തേട്ടനല്ലേ? അനന്തേട്ടൻ ഒരു പെണ്ണിനെ കൊണ്ടുവരും. അനന്തനാ? അനന്തേട്ടനെ ഒരു പ്രേമുണ്ട്. അനന്തന് പ്രേമം? തെയ്യപ്പറ. അനന്തന് പ്രേമോ? നിനക്ക് വട്ട പോണേ ഇവിടുന്ന്. വട്ടൊന്നും അല്ല, ഉള്ളതാ. നീ എങ്ങനെ അറിഞ്ഞു? അതൊക്കെ ഞാൻ അറിഞ്ഞു. ഹലോ, അനന്തന് അമ്മേ ചോദിക്കില്ലല്ലോ അല്ലേ? അനന്തൻ അനന്ത, അനന്ത, ഇവിടെ ഇറങ്ങി വന്നേ. എന്താ കാര്യം? കാര്യം അറിഞ്ഞാലേ നീ വരുള്ളോ? ഇല്ല, അങ്ങനെയില്ല. എന്നാ ഇവിടെ ഇറങ്ങ്. നീ ഇവിടേക്ക് ഒരു പെണ്ണിനെ കൂട്ടിക്കൊണ്ടുവരാൻ പോണ്ട. പെണ്ണാ? നീ ഈ തറവാട്ടിലേക്ക് ഒരു പെണ്ണിനെ കൂട്ടിക്കൊണ്ട് വരുന്നുണ്ടോ ഇല്ലയോന്ന്? എന്തൊക്കെ അമ്മ പറയണത്? എന്ത് പെണ്ണ്? ആര് എവിടെ കൂട്ടിക്കൊണ്ടുവരണത്? ആരമ്മ എടുത്തതൊക്കെ പറഞ്ഞത്? ഷാഹിന പറഞ്ഞു. ഷാഹിനെ? ഷാഹിനക്ക് എങ്ങനെ മനസ്സിലായി? അപ്പൊ ഉണ്ടല്ലേ, അതുകൊണ്ടല്ലേ ഷാഹിനക്ക് എങ്ങനെ മനസ്സിലായെന്ന് നീ ചോദിച്ചേ. ഷാഹിനക്ക് എവിടുന്നാണ് ഈ വിവരം കിട്ടിയതെന്ന്? ഈ പൊട്ട വിവരം കിട്ടിയത്? ഇല്ലാത്ത കാര്യം പറയാൻ ആളുകളെ പറ്റിയിട്ട്. അപ്പൊ അതില്ലാത്ത കാര്യമാണ്. അങ്ങനെ ഒരാളില്ലേ? എന്റെ അമ്മ, എന്താണ് അമ്മയ്ക്ക്? അമ്മ പറയണാണ് കുറ്റം. സത്യം പറഞ്ഞാണെന്താ? ആരെങ്കിലും ഉണ്ട് അങ്ങനെ നിന്റെ ജീവിതത്തില്? ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ഇനി അങ്ങനെ ഉണ്ടെന്ന് വെക്ക്. എനിക്ക് ഭാര്യയുണ്ട്, 2 കുട്ടികളുണ്ട്, അങ്ങനെ വിചാരിക്കും. അപ്പൊ അമ്മ എന്ത് ചെയ്യും? വീട്ടിലുണ്ട് തുണ്ടാക്കൂടാ. ആണോ? എന്നാ അങ്ങനെ ഇല്ല. അനന്താ, ഞാൻ ഒരു കാര്യം പറയാം. എന്തെങ്കിലും ഇജാതി തോന്നിയാസം കാണിച്ച് ഈ കുടുംബത്ത് കരിവാരി തേക്കാനാണ് നിന്റെ പരിപാടിയെങ്കിൽ അച്ഛനമ്മ പിന്നെ ജീവിച്ചിരിക്കില്ല കേട്ടാ. എന്റെ അമ്മ അങ്ങനെ ഇല്ല എന്ന് പറഞ്ഞാ പിന്നെന്താ? അത് കേട്ടൂടെ? ഇതാരെങ്കിലും പറയുന്നതാണോ നിങ്ങൾക്ക്? ഒരുത്തൻ ചെയ്ത് തന്നെ സഹിച്ച്. പക്ഷെ നീ അത് ചെയ്തണ്ടല്ലോ, അമ്മയ്ക്ക് അത് ഒരിക്കലും സഹിക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട. എന്റെ ദൈവം, ഇതാകെ പാടുകയാണല്ലോ. എന്റെ ദേവി, ഈ ഷാഹിന്റെ അടുത്ത് ആര് പറഞ്ഞു? ഷാഹിന, ഷാഹിന, ഷാഹിന. അത് നിർത്തിയേ.
എന്താട്ടാ? നീ എന്താ അമ്മയുടെ അടുത്ത് പറഞ്ഞത്? അമ്മയുടെ അടുത്തോ? എന്ത് പറഞ്ഞു? ആവോ എന്താ പറഞ്ഞതെന്ന് എനിക്കറിയില്ലല്ലോ, നീയല്ലേ പറഞ്ഞത്. അമ്മയുടെ അടുത്ത് ഞാൻ കുറേ കാര്യങ്ങൾ പറയാറുണ്ട്. കൊറേ കാര്യങ്ങളല്ല, എന്നെ പറ്റി നീ എന്താ അമ്മയുടെ അടുത്ത് പറഞ്ഞു കൊടുത്തത്? അന്തേട്ടനെ പറ്റി ഞാൻ കുറേ കാര്യങ്ങൾ പറയാറുണ്ട്. അതെന്താന്നാ പറ. അന്തേട്ടൻ നല്ല മനുഷ്യനാണ്, എനിക്ക് എന്റെ സ്വന്തം ഏട്ടനെ പോലെയാണ്, അങ്ങനെയൊക്കെ ഞാൻ പറയാറുണ്ടല്ലോ. അതിലൊന്നും ഒരു തർക്കമില്ല, അതെല്ലാം വളരെ കറക്റ്റാണ്, ഒരു അപ്പീലും ഇല്ല. പിന്നെ പക്ഷെ എനിക്കൊരു പെൺകുട്ടിയായിട്ട് പ്രേമുണ്ടെന്നും അധികം താമസിയാതെ ആ പെൺകുട്ടിയെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നൊക്കെ നീ അമ്മയുടെ അടുത്ത് പറഞ്ഞ? അത് എന്താ അത് എന്ന് ഇല്ലാത്ത കാര്യങ്ങൾ പറയാൻ പാടുവോ? ഇപ്പം എന്നെ കുറിച്ച് പറഞ്ഞു ശരി, ഇത് നാളെ വേറെ ആരെങ്കിലും കുറിച്ച് പറഞ്ഞാലോ? ഈ സ്വഭാവം ശരിയല്ല, മറ്റുള്ളവരെ പറ്റിയിട്ട് ഇല്ലാത്തത് പറയുന്നത്. മാത്രമല്ല എൻ്റെ കുട്ടി, ഞാൻ വളരെ മാന്യമായിട്ടും മറ്റുള്ളവർക്ക് മാതൃകയായിട്ട് ജീവിക്കുന്നൊരു മനുഷ്യനാണ്. ആ മനുഷ്യനെ പറ്റിയിട്ടാണ് നീ ഇതൊക്കെ പറയുന്നത് കേട്ടാ, അത് മനസ്സിൽ വെച്ചോ. അന്തേട്ടാ, അന്തേട്ടൻ ശരിക്കും ഒരു പെണ്ണായിട്ട് പ്രേമത്തിലല്ലേ? എന്ത്? അന്തേട്ടൻ ഒരു പെണ്ണായിട്ട് പ്രേമത്തിലല്ലേ? എന്ത് പ്രേമം? എന്ത് പ്രേമം എന്നാണ് ഈ പറയുന്നത്? എനിക്ക് മനസ്സിലാവണില്ല. അപ്പൊ ഇല്ല? ഇല്ലാന്ന്. ഇല്ലെങ്കിൽ വേണ്ട. അന്തേട്ടാ, എന്താ ആ വള എത്ര പവനാ? അന്തേട്ടൻ ആ പെണ്ണിന് വാങ്ങിച്ചു കൊടുത്തില്ലേ, ആ വള എത്ര പവനാന്ന്? എന്ത് വളയോ? വള. എന്ത് വള? കയ്യിലിടുന്ന വള. എന്തൊക്കെയാ നിങ്ങൾ പറഞ്ഞുണ്ടാക്കണത്? എനിക്ക് മനസ്സിലാവണില്ല എന്റെ പൊന്നുമോളെ. നടക്കട്ടെ നടക്കട്ടെ, ഞാൻ ആരോടും പറയത്തൊന്നുമില്ല. അയ്യോ, ഞാൻ സോപ്പ് പൊടി എടുത്തില്ലേ? ഒരു മിനിറ്റ്. ഇവളോട് വളയുടെ കാര്യം ആര് പറഞ്ഞു? എല്ലാ കൊരങ്ങൻ പങ്കിയമ്മയുടെ പണിയായിരിക്കും. കംപ്ലീറ്റ് ആളുകളോട് പറഞ്ഞ് നശിപ്പിച്ചിട്ടുണ്ടാവും കഴുത. ആണികളെ വളച്ചവിടെ നിർത്തണം, വള നന്നാവണം. വള നന്നാവ്. പിന്നെ വളയുടെ കാര്യം പറയരുതെന്ന് പറഞ്ഞാൽ അതന്നെയാണ് അതിന്റെ ശരി. അല്ലാതെ ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞിട്ടില്ല. എന്റെ പൊന്ന് റഹീമ പ്രാന്താ നീ. ഞാൻ പറയണതൊന്നും മനസ്സിലാക്കി. ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടില്ല. ആ, ഒരു മിനിറ്റ്, ഞാൻ വിളിക്കാം. എന്തേ? നിങ്ങൾ എന്തൊരു മനുഷ്യനാണ്. എന്താണ്? എന്തിനാണ് ഈ വക കാര്യങ്ങൾ നാട്ടുകാരോട് മുഴുവൻ പറയാൻ നിൽക്കണത്? ഞാൻ പറഞ്ഞിട്ടില്ലടോ. എന്ത് പറഞ്ഞിട്ടില്ല? ഞാൻ പറഞ്ഞിട്ടില്ല. എന്താ നിങ്ങൾ പറഞ്ഞിട്ടില്ലേ? ഇല്ലാന്ന് പറഞ്ഞില്ല. എന്തെല്ലാവരും കൂടി എന്റെ നെഞ്ചത്തേക്ക് കാരണേ. ഇതിപ്പോ റഹീം എന്നോട് ഇങ്ങോട്ട് വിളിച്ചു പറഞ്ഞല്ലേ. അപ്പൊ റഹീമിനോടും പറഞ്ഞ? റഹീമിനോട് ഇങ്ങനെ പറഞ്ഞ പാർട്ടിയിലെ കാര്യമല്ല, അവനറിയില്ലേ? അപ്പൊ പാർട്ടിയിൽ ഇത് ചർച്ച ചെയ്യേണ്ട കാര്യം എന്ത്? നീ എന്തീ പറയണത്? പിന്നെ സെക്രട്ടറി ഉണ്ടാവുന്ന ഒരു കാര്യം പിന്നെ പാർട്ടിയിൽ ചർച്ച ചെയ്യില്ലേ? ഇവിടെയുള്ള കാര്യങ്ങൾ എന്തിനാണ് ഈ പാർട്ടി ഓഫീസിൽ പോയി പറയണതെന്ന്? ഇവിടുത്തെ ഏത് കാര്യം ഞാൻ പറഞ്ഞത്? എന്ത് വർത്താനം നീ പറഞ്ഞത്? ഞാൻ ദേവിയേക്ക് വള വാങ്ങിച്ചു കൊടുത്ത കാര്യം നിങ്ങൾ എന്തിനാ ഷാഹിന്റെ അടുത്ത് പോയി പറഞ്ഞതെന്ന്? അതെന്തൊക്കെയാന്ന്? ദേവിയേക്ക് നീ വള വാങ്ങിച്ചു കൊടുത്താ? അല്ല, അപ്പോ ദേവിയേക്ക് വള വാങ്ങി നിങ്ങളോട് പറഞ്ഞില്ലേ? അത് ശരി, പറഞ്ഞില്ലേ? അപ്പൊ വളയൊക്കെ വാങ്ങിച്ചു കൊടുത്തു ഇവിടെ അല്ലേ? ഓക്കെ, അത് ശരി. അപ്പൊ അതിനൊക്കെ നിന്റെ കയ്യിൽ കാശുണ്ട്. എനിക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും ഈത്തപ്പഴം മേടിക്കാനാണ് നിന്റെ കയ്യിൽ കാശില്ലാത്തത്. അപ്പൊ ഞാൻ പറഞ്ഞിട്ടില്ലല്ലേ? നിനക്ക് തലക്ക് നല്ല സുഖമില്ലടാ. എന്താ ഈ വക കാര്യങ്ങൾ പറഞ്ഞാൽ എന്റെ നെഞ്ചത്ത് കയറാനായിട്ട്? ഒന്നാമത്തെ ഈ വക ചപ്പത്തരം പെണ്ണുങ്ങളുടെ അടുത്ത് പറഞ്ഞ് നടക്കലല്ല എന്റെ പണി. അനന്താ, ഒരു കാര്യം നീ മനസ്സിലാക്കിക്കോ. എന്ത് കള്ളത്തരം കാണിച്ചാലും ഒരു ദിവസം അത് തെളിയിപ്പിക്കാനുള്ള ഒരു ശക്തി ഇവിടെ ഉണ്ട് കേട്ടോ. അത് മനസ്സിലാക്കിയോ? അപ്പൊ ഇയാളോട് ഞാൻ പറഞ്ഞില്ലേ? പിന്നെ ഷാഹിന്റെ അടുത്ത് ആര് പറഞ്ഞു? അവളെങ്ങനെ അറിഞ്ഞു? എന്റെ ദൈവമേ, ഇതിപ്പോ ഞാൻ തന്നെ എല്ലാരോടും പറഞ്ഞു കിടക്കണം. എന്താ ഏട്ടാ? എന്താ ജി വന്നപ്പോ മുതൽ തുടങ്ങിയ ടെൻഷനാണല്ലോ. എന്നാലും ഷാഹിൻ എങ്ങനെ ഈ വളയുടെ കാര്യം അറിഞ്ഞു എന്ന് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാവണില്ല.
അത് മിക്കവാറും പങ്കിയമ്മാവൻ അമ്പിളിയോട് പറഞ്ഞിട്ടുണ്ടാവും. ഏയ് ഞാൻ പങ്കിയമ്മനോടൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ ഏട്ടനത് ചുമ്മാ ഒന്ന് ആലോചിച്ച് വെക്കേ. ഇല്ലെന്നേ, ഇനി പങ്കിയമ്മയോട് പറഞ്ഞാൽ തന്നെ പങ്കിയമ്മ അത് ഷായൻ്റെ അടുത്ത് പോയിട്ട് പറയൊന്നുമില്ല. അതിനുള്ള ബുദ്ധിയൊക്കെ കേൾക്കുന്നുണ്ട്. ഇനിയിപ്പോ അപ്പുണ്ണി എങ്ങാനും അറിഞ്ഞിട്ട് പുണ്യം എന്ന് അറിഞ്ഞിട്ട് അല്ല, പുണ്യൊന്നും പറയില്ല. അപ്പുണ്യെങ്ങാനും അറിഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാർ പറയും എന്നോട്. പിന്നെ ഇതിപ്പോ എങ്ങനെയാ ഷാഹിനെ അറിഞ്ഞത്? ഇത് അമ്മാവനോട് ഏട്ടൻ പറഞ്ഞിട്ടുണ്ട്. ഇല്ലെന്ന് ടെൻഷൻ അടിച്ചിരിക്കുമ്പോ പറഞ്ഞതാന്നേ. ഞാൻ പറഞ്ഞിട്ടില്ലെന്ന്. അല്ലാതെ എങ്ങനെ അറിയാനാണ്? അതാ ഞാനും ആലോചിക്കുന്നത്. അതിപ്പോ എന്തായാലും ഇപ്പൊ എന്താ അറിഞ്ഞോണ്ട് ഇപ്പൊ വലിയ പ്രശ്നമൊന്നുമില്ലല്ലോ. പ്രശ്നമില്ലേ? ഇനി എങ്ങാനും വേറെ ആർക്കെങ്കിലും വളം വാങ്ങിയോ? അല്ല, വെറുതെ തമാശ ചോദിച്ചതാ. അതെ, സംഗതി വേറെ എന്തൊക്കെയോ ഉരുണ്ട് കൂടുന്നുണ്ട്. ഒന്നും ഉരുണ്ട് കൂടുന്നില്ല. ആവശ്യമില്ലാത്തൊക്കെ ആലോചിച്ച് വെറുതെ ടെൻഷൻ ആവില്ല ഏട്ടാ. ഒരു വളയുടെ കാര്യമല്ലേ, അതൊക്കെ വിട്ടുകളാ. ഏട്ടൻ ഇവിടുത്തെ കാര്യം പറ. ഇവിടുത്തെ കാര്യം എന്താന്ന്? ഇവിടെ നമ്മൾ തീരുമാനിച്ചല്ലേ. അമ്മ വരുന്നില്ലാന്ന്, കുഞ്ഞമ്മയുടെ വീട്ടിൽ പോയി നിന്നോളാന്നാ പറയുന്നത്. അയ്യോ, അത് മോശമല്ലേ? ആന്നേ, ഞാൻ വിളിച്ചതല്ലേ, വരണ്ടേ? അല്ല, അത് വേണ്ട, അത് നിനക്ക് മോശമാണ്. ഏട്ടാ, എനിക്ക് വിളിക്കാനല്ലേ പറ്റുള്ളൂ. അമ്മ കുഞ്ഞമ്മയുടെ വീട്ടിൽ തന്നെ നിന്നോളാന്നാ പറയുന്നത്. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യട്ടെ, അവിടെ നിൽക്കട്ടെ കുറച്ച് ദിവസം. നമുക്ക് അവിടെ പോയി എല്ലാം കൂടെ ഒന്ന് കലങ്ങി തെളിഞ്ഞു കഴിഞ്ഞതിന് ശേഷം എന്നിട്ട് വിളിക്കാം. അങ്ങനെ മതിയല്ലേ? ആ, പിന്നെന്താ. ആരത്? ആ, ചേട്ടത്തിയായി കൊച്ചച്ഛനാ. കൊച്ചച്ചാ, അനന്താ, നമസ്കാരം. ചേട്ടത്തി വിളിച്ചപ്പോ പറഞ്ഞിരുന്നു അനന്തം വന്നിട്ടുണ്ടെന്ന്. എന്നാ ഒന്ന് കണ്ടിട്ട് പോവാന്ന് കരുതി. നമ്മള് കണ്ടിട്ടും കുറേയല്ലോ. കണ്ണന്റെ കല്യാണത്തിന് കണ്ടതാ. അന്നൊരു മിന്നായം പോലെ, ഒന്നും മിണ്ടാനൊന്നും പറ്റില്ല. തിരക്കല്ലേ? കണ്ണന്റെ ബിസിനസ് ഒക്കെ എങ്ങനെ പോകുന്നു? അതൊന്നും പറയണ്ട. നമ്മുടെ നാട്ടിലല്ലേ ഒരു ബിസിനസ് തുടങ്ങാന്ന് പറഞ്ഞാൽ ഒരുപാട് നൂലാമലകളാ. അതുകൊണ്ട് ഒന്നിലും തൊട്ടില്ല തൊട്ടും തൊട്ടില്ല എന്ന് പറഞ്ഞിട്ട് നിൽക്കാണ്. ഒന്നും അങ്ങോട്ട് ഉറക്കാൻ പറ്റണില്ല. ശരി ശരി. വേറെ എന്തൊക്കെയുണ്ട് വിശേഷം? ഓ, വിശേഷമൊക്കെ ദേവിക പറഞ്ഞു കാണൂല്ലോ. ആ, അവള് പറഞ്ഞു. ഏട്ടൻ, ഞാൻ ചായ എടുക്കാം. ആ, മരുമോളും മോനും ഒരേ ഒരു നിർബന്ധം, വീട് വിട്ടു പോകണം. ഒന്നുകിൽ എൻ്റെ പെണ്ണും പിള്ള, അല്ലെങ്കിൽ മോൻ്റെ പെണ്ണും പിള്ള, ആരെങ്കിലും ഒരാൾ കെഞ്ചി ചാടും. എന്തായാലും കൊച്ചച്ച അതേക്കുറിച്ചിട്ടൊന്നും ടെൻഷൻ അടിക്കണ്ട. അവരെയും കൂട്ടിയിട്ട് എത്രയും വേഗം ഇങ്ങോട്ട് പോകുന്നു. ഇവരുടെ കാര്യത്തിൽ യാതൊരു ടെൻഷനും വേണ്ട, അവരെ ഞാൻ നോക്കിക്കോളാം. അല്ല, അനന്തൻ ഇല്ലാതെ അതിപ്പോൾ എന്തായാലും ഞാനിത് ചെയ്യണമല്ലോ. അമ്മ എന്തായാലും കുഞ്ഞമ്മയുടെ വീട്ടിൽ നിൽക്കാന്നാ പറയണേ. ഞങ്ങളുടെ കൂടെ വരുന്നില്ല. അത് മതി അനന്ത, അതാ നല്ലത്. പിന്നെ ഇപ്പൊ കുട്ടികളല്ലേ, അത് പിന്നെ എന്തായാലും ഞാൻ നോക്കണമല്ലോ. ഇതിപ്പോ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലായിരുന്നു. എൻ്റെ വീട്ടില് അനിയൻ ചെറിയൊരു കുരുത്തക്കേട് ചെയ്തു വെച്ചു. എന്താ? ഒന്നുമില്ല, ഒരു പെൺകുട്ടീനെ കൂട്ടിയിട്ട് വന്നു. അപ്പം ഞാൻ നമ്മുടെ ഈ വിവരങ്ങളൊക്കെ ഒന്ന് പറയാമെന്ന് വിചാരിച്ചതായിരുന്നു. അപ്പോഴേക്കാണ് ഇപ്പോൾ ഇത് സംഭവിച്ചത്. അപ്പോൾ ഇനി കുറച്ച് സമയം കൂടി എങ്ങനെയെങ്കിലും ഒന്ന് പിടിച്ച് നിൽക്കണം. അപ്പോൾ അതുവരെയുള്ളൊരു ബുദ്ധിമുട്ടേ ഉള്ളൂ, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. എന്തായാലും കൊച്ചച്ഛൻ ഇതേക്കുറിച്ച് ടെൻഷൻ അടിക്കണ്ട കേട്ടാ. ഇവരുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. അതിനുള്ള വഴി നമുക്ക് എങ്ങനെയെങ്കിലും കാണാം. പുണ്ണേട്ടാ, ഇതെന്താ ഇവിടെ അത്തക്കളട്ടേക്കണ്? അത്തക്കള? ഓ, പൂജയാണോ? പൂജയൊന്നല്ല, ശവകുടീരാ. ആരുടെ? ആ തൊരപ്പന്റെ. ഏത് തൊരപ്പൻ? ഇവിടെ പറമ്പിലൊക്കെ ഓടി നടന്നില്ലായിരുന്നോ എന്നെ ശല്യപ്പെടുത്തിയിട്ട്? അതിന്റെ. ഓ, ആ കുരുത്തം കെട്ട ചത്താ? കുരുത്തം കെട്ടതാ? അങ്ങനെയൊന്നും പറയല്ലോ കുമാരി, മരിച്ചവരെ കുറിച്ച്. പാവാത്. അപ്പൊ അങ്ങനെയോ? ആ പുണ്യേട്ടല്ലേ ഈ പറമ്പ് മുഴുവൻ അതിന് ചീത്ത വിളിച്ചോണ്ട് നടന്നത്? ആ പുണ്യേട്ട കപ്പ മാന്തി മറിച്ചിട്ടു എന്നൊക്കെ പറഞ്ഞ്. അതൊക്കെ ശരിയാ. അത് ഒറ്റയ്ക്ക് തിന്നാൻ വേണ്ടിയിട്ടല്ലേ, വിശന്നിട്ടല്ലേ. നമ്മൾ ആരെങ്കിലും കൊടുക്കും ഒറ്റയ്ക്ക്? ഇപ്പൊ നന്ദിരിക്കര മണിക്കൊക്കെ ഞാൻ കൊണ്ടു കൊടുക്കും, നീയും കൊടുക്കും. ഈ വീട്ടിൽ ചോദിക്കൂല, അവ ഏറ്റവും ഇഷ്ടമുള്ളത് തിന്നു. അത് അവരുടെ അവകാശല്ലേ. അല്ല പുണ്യേട്ടാ, ഇതിപ്പോ എങ്ങനെയാ ചത്തത്? വിഷം വെച്ചതാ? വിഷം വെക്കേ? ആര്? അത് വയസ്സായിട്ട് മരിച്ചതാ. വയസ്സായിട്ടോ? അങ്ങനെ മനസ്സിലായി? അത് കഴിഞ്ഞ ദിവസം കപ്പ മന്ദം വന്നപ്പോഴേ ഞാൻ അതിനെ ഓടിച്ചപ്പോ അതിന് ഓടാൻ വയ്യ.
അതിനെന്തോ വയ്യായിണ്ട്, രോഗം ഉണ്ടാവും. രോഗല്ലേ? മിക്കവാറും കൊറോണ ആയിരിക്കും. കൊറോണ മൃഗങ്ങൾക്ക് ഉണ്ടാവുമോ? പിന്നെ മാസ്ക് വെക്കാതെ ഈ പറമ്പ് മുഴുവൻ ഓടിയെടുക്കല്ലേ, വരും. കളിയാക്കണ്ടാട്ടാ, ഒരാൾ മരിച്ചു കിടക്കുക. എന്തായാലും അതിനത്ര യോഗമുള്ളൂ. ഇനിയിപ്പം മക്കളും ഭാര്യയൊക്കെ ഉണ്ടാവും അവിടെ. ശരിക്കും അപ്പുണ്ണേട്ടാ, എനിക്ക് അപ്പുണ്ണേട്ടിനെ ഇടയ്ക്കിടയ്ക്ക് മനസ്സിലാവണില്ല. ചിലപ്പോൾ തോന്നും അപ്പുണ്ണേട്ടിന് ഒരു കുന്തം അറിയില്ലാന്ന്. ചിലപ്പോൾ തോന്നും അപ്പുണ്ണേട്ടനെ പോലെ ഇങ്ങനെ അറിവുള്ള ഒരാൾ വേറെ ഇല്ല. ശരിയാ കുമാരി, ചില സമയത്ത് എൻ്റെ മനസ്സിൽ എന്താന്ന് എനിക്ക് തന്നെ മനസ്സിലാവില്ല. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, എന്റെ മനസ്സിൽ എന്താന്ന് അപ്പുണ്ണേട്ടന് അറിയോ? അറിയോ? എന്നാ പറ എന്താന്ന്. പറയട്ടെ, സർക്കാർ ജോലി. അല്ലേ? എനിക്കറിയാ, സർക്കാർ ജോലി കിട്ടണമെന്നല്ലേ കുമാരിയുടെ എപ്പോഴത്തെ ആഗ്രഹം. അപ്പുണ്ണേട്ടൻ വേറൊരു സംഭവം അറിഞ്ഞോ? വേറെ ആരെങ്കിലും മരിച്ചാ? അല്ല, എനിക്കൊരു കല്യാണാലോചന വന്നിട്ടുണ്ട്. മിക്കവാറും നടക്കും. ആണോ? എവിടുന്നാ? കൊറേ ദൂരേന്നാ. ഞാൻ കൊറേ ദൂരേക്ക് പോണ്ടി വരും. ഡേറ്റ് ഉറപ്പിച്ചാ? ഡേറ്റ് ഉറപ്പിച്ചില്ല. എന്തേ? വേഗം ഉറപ്പിക്കട്ടെ. കൊറേ ആയി കല്യാണ സദ്യ കഴിച്ചിട്ട്, പായസമൊക്കെ കൂട്ടിയിട്ടേ. എന്താ പായസമൊക്കെ കൂട്ടിയിട്ട്? പായസം ഇവിടെ ഈ തരപ്പനെ നോക്കിട്ടിരുന്നോ? എന്തിനാ ദേഷ്യം പിടിക്കണേ? ദേഷ്യം പിടിക്കണില്ല. ഇതിന്റെ അടിയന്തരാകുമ്പോ വിളിച്ചാ മതി. പൈസ കഴിക്കാൻ ഞാൻ അങ്ങോട്ട് വരാം. കല്യാണ സദ്യക്കാരൻ വന്നിരിക്കുന്നു. അടിയന്തരൊന്നും ഇല്ല കേട്ടോ, ഇന്നത്തോടൊക്കെ കഴിഞ്ഞ് എല്ലാവരോടും പറഞ്ഞേക്ക്. എന്തിനാ അവള് ദേഷ്യം പിടിച്ചേ? പാവം തോരപ്പൻ. തോരപ്പന്റെ ആത്മാവിന് നിത്യശാന്തി കിട്ടട്ടെ. നീ എപ്പോഴാ വന്നേ? ഞാൻ ഇപ്പൊ വന്നിട്ടേ ഉള്ളൂ. ഇപ്പൊ ഇവിടെ ഉറങ്ങണേ? അതല്ലടോ, ഞാൻ നടന്നു വന്നിട്ടേ ഇരുന്നപ്പോ ആ ക്ഷീണത്തിലാണ്ട് ഉറങ്ങി. കുറച്ച് ദിവസമായില്ലേ. എന്താ നീ ഒന്നും അറിഞ്ഞില്ലേ? അസലായില്ലേ ജാഥ, വാഹന പ്രചരണം ജാഥേ. അതിന്റെ പിന്നാലെ നടക്കല്ലായിരുന്നു കുറെ ദിവസമായിട്ട്. അതിന് പങ്കാമയ്ക്കുണ്ട് എത്ര ക്ഷീണം? എന്താ നീ പറയണേ? കണ്ട ആൾക്കാരൊക്കെ അവിടെ വന്ന് കൂടണമെങ്കിൽ വെറുതെ നടക്കുവോ? ഞങ്ങളുടെ എത്ര ദിവസത്തെ അധ്വാനാണ് കണ്ടത്. ഗംഭീരായി എന്ന് വെച്ചാ ഗംഭീരായി. അപ്പൊ ഗംഭീരായി. ഞാൻ പോയിട്ട് വേപ്പില പൊട്ടിക്കട്ടെ. അയ്യ അതല്ല, വരട്ടെ, കേൾക്ക്, പറയാണ്ട്. അതേ പിന്നെ കേട്ടാ പോരെ? അല്ല കുട്ടി, ഇത് കേൾക്കും. ഉണ്ടായ ഒരു കാര്യം, എന്റെ ഒരു സന്തോഷം എന്നോട് പറയണ്ടേ? ഞാന് പ്രാവശ്യം പ്രസംഗം എന്നോട്, സ്വാഗത പ്രസംഗം എന്നോടാ പറയാൻ പറഞ്ഞായി. അത് അങ്ങോട്ട് കൂട്ടിയിരുന്നങ്ങോട്ട് പഠിച്ചു. നടക്കണോടത്തും പോണോടത്തും ചെല്ലണോടത്തൊക്കെ പ്രസംഗം അങ്ങോട്ട് മനസ്സിലങ്ങോട്ട് ശരിക്കും ഒരു വീട്ടം അങ്ങോട്ട് പഠിച്ചു. എന്നിട്ട് അങ്ങോട്ട് കേറിയപ്പോ ഉണ്ടല്ലോ, മറന്നുപോയില്ലേ? കുട്ടി ആൾക്കാർ കൈയടിക്കണ കാണണം. എന്റെ പ്രസംഗം, സ്വാഗത പ്രസംഗം അങ്ങോട്ട് കഴിയുമ്പോഴത്തേക്കും എണീറ്റ് അങ്ങോട്ട് കൈയടിക്കുക. എന്റെ കുമാരി മേല് കോരി ധരിച്ചു. പങ്കാമയുടെയോ? എന്റെ അല്ല, കേട്ട് നിക്കണവരല്ലേ മേല് കോരി ധരിക്കുക. അതെങ്ങനെ പങ്കാമയ്ക്ക് മനസ്സിലായി? ആൾക്കാർ ഓരോരുത്തർ പറയണ നമുക്ക് കേട്ടൂടെ? എന്നിട്ട് ആൾക്കാർ കൈയടിച്ചു, നന്നായിട്ട് കൈയടിച്ചു. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ അവിടെ? കൂക്കുവിളിയോ കല്ലേറോ? ജാഥയിലോ? അല്ല, പങ്കാമയുടെ പ്രസംഗം കേട്ടിട്ടേ. ഇതാണല്ലോ ഞാൻ അന്വേഷിക്കുന്നുണ്ട്. ഞാൻ അന്ന് വൈകിട്ടൊന്ന് കവല വരെ പോണ്ട്. എന്നാ നീ ആ റഹീമിനോടും ഗോപനോടൊക്കെ ഒന്ന് ചോദിച്ചു നോക്ക്. അയ്യടാ, ഗോപനോടും റഹീമിനോടൊന്നും ഞാൻ ചോദിക്കണില്ല. അതൊക്കെ പങ്കാമയുടെ ചിങ്കിടികളല്ലേ. അയ്യോ, അതുകൊണ്ടല്ല അവര് എണീറ്റ് ഒന്ന് കൈയടിക്കണ എന്റെ കണ്ണോണ്ട് കണ്ടതാ. അവര് കൈയടിച്ചുണ്ടാവും. ഞാൻ ആ ചായക്കടക്കാരൻ ദിവാകരേട്ടനോടൊന്ന് ചോദിക്കട്ടെ. ദിവാകരേട്ടൻ ഉണ്ടായിരുന്നില്ലല്ലോ, കട മുടക്കല്ലായിരുന്നു. എന്നാ പിന്നെ ആ ടൈലർ ഷിബുവേട്ടനോട് ചോദിക്കാം. ഇങ്ങനെ ഒരു അശ്രീകരം നാക്കെടുത്തന്നോണേ പറയുള്ളൂ. അതെയാ? അയാളോടൊന്നും ചോദിക്കണ്ട. എന്നാ അത് വേണ്ട, ആ പലചരക്ക് കട നടത്തുന്ന ജോസഫ് ഏട്ടനോട് ചോദിക്കാം. പുള്ളി ആവുമ്പോ നല്ല ആളാ. അയാളെവിടെ? അതിനവിടെ അയാള് സാധനങ്ങൾ എടുക്കാൻ പോയിരിക്കായിരുന്നു. ഞാൻ നോക്കി, അയാളില്ല അവിടെ.
എന്റെ പങ്ക്യാമ്മ, എനിക്കറിയാം ആരോടും ചോദിക്കാൻ പങ്ക്യാമ്മ സമ്മതിക്കില്ലാന്ന്. നീ എന്തിനിപ്പോ ഞാൻ പ്രസംഗിച്ചതിന്റെ കാര്യം അന്വേഷിക്കാൻ പോണ്? നീ പോട്ടെ നിന്റെ വേപ്പില പൊട്ടിക്കാൻ നോക്കിയേ. അല്ലല്ല, ഇതൊന്നും അന്വേഷിച്ചിട്ടേ ഉള്ളൂ. ആ എന്നാ അന്വേഷിച്ചോ. ഭയങ്കര തള്ളാണല്ലോ പങ്ക്യാമ്മ. എന്തിന് തള്ളണുള്ള കാര്യം പറയണേ? ആഹാ, നിങ്ങൾ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നോ? പങ്കിയാമരത്തിപ്പോ വന്നേ? ഞാൻ കുറച്ചു നേരമായി കുട്ടി. ഭയങ്കര ക്ഷീണത്തിലാണേ. ഈ ജനക്കൂട്ടത്തിന്റെ ഹർഷാരവങ്ങൾ ഏറ്റുവാങ്ങി ക്ഷീണിച്ചു വന്നിരിക്കുക. അശ്വന്ന് ഞാൻ ചായ എടുക്കട്ടെ? സംഭാരണ്ടോ? സംഭാരമുണ്ട്. ആ എന്നാ സംഭാരം ഉച്ചയ്ക്ക് ഊണിന് കഴിക്കാം. ചായ എടുത്തോ. എടി അവിടെ നിക്ക്, നീ കഥ കേട്ടിട്ട് പോ. എന്താ? പങ്ക്യാമ്മൻ പ്രസംഗിച്ചിട്ടേ ഇത് പെട്ട്. എന്തിനു പെടണേ? ഒരു പെടലും ഇല്ല കുട്ടിയെ. പങ്ക്യാമ്മൻ ഇന്ന് പ്രസംഗിച്ച പ്രസംഗം ഗംഭീരായി. ആൾക്കാരുണ്ടല്ലോ എണീറ്റ് അങ്ങോട്ട് കൈയടിക്കുക. എന്നിട്ട് അമ്പിളിക്ക് വിളിക്കുമ്പോ അങ്ങനല്ലല്ലോ പറഞ്ഞേ? ആര്? അമ്പിളിക്ക. എന്താ പറഞ്ഞേ? എന്താടി പറഞ്ഞേ? പങ്ക്യാമ്മൻ അവിടെ ഒറ്റയ്ക്ക് നിന്നൊരു പ്രസംഗിക്കുന്നുണ്ട്. റഹീമിക്കയും ഗോപേട്ടനും മാത്രമേ ഉള്ളായിരുന്നു കേൾക്കാനൊന്ന്.